സന്നിധാനം എന്തോരു സമാധാനം അഴലും മനസ്സിന് അരുളും സുഖദാനം അഴലും മനസ്സിന് അരുളും സുഖദാനം. സുഭാഷിതം. ഒരു ഉപമയും കടങ്കഥയും പറഞ്ഞുകൊണ്ടാണ് 17-ാം അധ്യായം യഹെസ്കേൽ ആരംഭിക്കുന്നത്. അതിന്റെ 8-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: കൊമ്പുകളെ പുറപ്പെടുവിച്ച് ഫലം കായ്പാനും നല്ല മുന്തിരിവള്ളിയായി തീരുവാനും തക്കവണ്ണം അതിനെ വളരെ വെള്ളത്തിനരികെ നല്ല നിലത്ത് നട്ടിരുന്നു. ഇറ്റ് വാസ് പ്ലാന്റഡ് ഇൻ ഗുഡ് സോയിൽ ബൈ മെനി വാട്ടേഴ്സ് to bring forth branches, bear fruit and become a majestic vine. ഈ വാക്യത്തിൽ വളരെ വെള്ളത്താൽ നല്ല മണ്ണിൽ നട്ടുപിടിപ്പിച്ച ഒരു മുന്തിരിവള്ളിയുടെ ചിത്രം സാധ്യതയുടെയും വാഗ്ദാനത്തിന്റെയും ആശയം നൽകുന്നു. നല്ല മണ്ണും വളരെ വെള്ളവും ഈ മുന്തിരിവള്ളിയെ വളർത്തി നല്ല ഫലം കായ്ക്കുന്നതിന് ഇടയാകും. യഹൂദ ജനത്തെ ചിത്രീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ മുന്തിരിവള്ളിയുടെ ഉപമ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അവസാനം ഈ മുന്തിരിവള്ളി പിഴുത് എറിയപ്പെടുകയും നശിക്കപ്പെടുകയും ചെയ്യുന്നു. യഹെസ്കേൽ ഇത് എഴുതപ്പെടുന്ന സമയത്ത് യഹൂദ രാഷ്ട്രം ബാബിലോണിയരുടെ ആസന്നമായ ആക്രമണത്തിന്റെയും നാശത്തിന്റെയും ഭീഷണി അഭിമുഖീകരിക്കുകയായിരുന്നു. അന്യ ദൈവങ്ങളെ സേവിച്ച് പാപം ചെയ്ത് അന്യപ്പെട്ടുപോയ ജനം ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്നില്ല എങ്കിൽ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നുള്ള സന്ദേശവും മുന്നറിയിപ്പുമാണ് ഈ ഉപമയിൽ കൂടെ നൽകപ്പെട്ടത്. ഇന്ന് ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി സാക്ഷാൽ നല്ല മുന്തിരിവള്ളിയായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്നു. ഈ മുന്തിരിവള്ളിയുടെ കൊമ്പുകളായി നമ്മെ കണ്ടിരിക്കുമ്പോൾ നാം ഫലം കായ്ക്കണം. ഈ കൊമ്പ് മുന്തിരിവള്ളിയോട് ചേർന്നിരുന്നെങ്കിൽ മാത്രമേ ഫലം കായ്ക്കുവാൻ കഴിയുകയുള്ളൂ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ന്റെ 4-ാം വാക്യത്തിൽ വായിക്കുന്നത്: എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. യേശു ക്രിസ്തുവിൽ വസിക്കുന്ന ഒരു വ്യക്തി ഏതു തരം ഫലമാണ് പുറപ്പെടുവിക്കേണ്ടത്? സ്നാപക യോഹന്നാന്റെ അടുക്കൽ അവനാൽ സ്നാനമേൽപ്പാൻ വന്ന പുരുഷാരത്തോട് അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ എന്നാണ്. ആകാത്ത ഫലം കായ്ക്കുന്ന നല്ല വൃക്ഷമില്ല, നല്ല ഫലം കായ്ക്കുന്ന ആകാത്ത വൃക്ഷവുമില്ല. ഏത് വൃക്ഷത്തെയും ഫലം കൊണ്ട് തിരിച്ചറിയാം. ദൈവവചനം പറയുന്നു, മുള്ളിൽ നിന്ന് അത്തിപ്പഴം ശേഖരിക്കുകയും ഞെരിഞ്ഞിലിൽ നിന്ന് മുന്തിരിങ്ങ പറിക്കുകയും ചെയ്യുമാറില്ലല്ലോ എന്ന്. ലൂക്കോസ് 6:45 ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നല്ല മനുഷ്യൻ തന്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു. ദുഷ്ടൻ ദോഷമായതിൽ നിന്ന് ദോഷം പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിൽ നിറഞ്ഞ് കവിയുന്നതല്ലോ വായി പ്രസ്താവിക്കുന്നത്. ഒരു മനുഷ്യന്റെ വാക്കുകളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും താൻ എന്ത് ഫലമാണ് പുറപ്പെടുവിക്കുന്നതെന്ന് മനസ്സിലാക്കുവാൻ കഴിയും. യേശു ക്രിസ്തുവിൽ വസിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയുകയുള്ളൂ. അത് എന്തൊക്കെയാണെന്ന് ഗലാത്യർ 5:22 രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്നേഹം, സന്തോഷം, സമാധാനം എന്നീ ഫലം യേശു ക്രിസ്തുവിൽ വസിക്കുന്നവർക്ക് നിശ്ചയമായും ഉണ്ടായിരിക്കും. ദീർഘക്ഷമ, ദയ, പരോപകാരം ഇവ മറ്റുള്ളവർക്ക് വേണ്ടി പ്രതിഫലിപ്പിക്കേണ്ട ഫലമാകുന്നു. ദൈവത്തോട് കണക്ക് കൊടുക്കേണ്ട ഫലമാണ് വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ ഫലം പുറപ്പെടുവിക്കുന്നവരെല്ലാവരും തന്നെ മുന്തിരിവള്ളിയായ യേശു ക്രിസ്തുവിന്റെ കൊമ്പുകളാകുന്നു. പ്രിയമുള്ളവരെ, നല്ല ഫലം കായ്ക്കുന്നതിന് വേണ്ടിയാണ് ദൈവം നമ്മെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത്. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് ചുട്ടുകളയുന്ന സമയം ഏറ്റവും ആസന്നമായിരിക്കുന്നു. ആകയാൽ നമ്മെ തന്നെ സമർപ്പിക്കാം, മുന്തിരിവള്ളിയിൽ വസിക്കാം, നല്ല ഫലം കായ്ക്കാം. കരുണയുള്ള പിതാവേ, അങ്ങയിൽ വസിച്ച് നല്ല ഫലം കായ്പാൻ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ.